പഴങ്കാവ് മൈഥിലി കലാക്ഷേത്രം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോകപ്രശസ്ത ഹൈന്ദവ ദാർശനികാചാര്യൻ ഉദിത് ചൈതന്യജിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി ഈ മാസം 6 മുതൽ 13 വരെ പുത്തൂർ ശ്രീവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കും. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിൽ വടകര പഴങ്കാവ് മൈഥിലി കലാക്ഷേത്രം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ 2025 മെയ് 6 മുതൽ 13 വരെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടത്തുകയാണ്. യജ്ഞാചാര്യൻ സംപൂജ്യ സ്വാമിജി ഉദിത് ചൈതന്യജിയാണ്. മെയ് 6 രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ, 4 മണിക്ക് ആചാര്യ വരവേൽപ്പ്, 5:30 സാംസ്കാരിക സദസ്സ്, തുടർന്ന് ഉദ്ഘാടനം നടക്കുന്നതാണ്. സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് ഡോക്ടർ ചെറുവാച്ചേരി രാധാകൃഷ്ണൻ ആണ്. ഉദ്ഘാടന യോഗത്തിൽ ശ്രീ പത്മപ്രഭ, വാസുദേവൻ നമ്പൂതിരി കുന്നംകുളങ്ങര ഇല്ലം, ശ്രീമതി ശൈലജാമ, മഠാധിപതി ചോറോട് അമൃതാനന്ദ മഠം എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും മെയ് 7 മുതൽ രാവിലെ 6 മുതൽ വൈകുന്നേരം വരെ സപ്താഹയജ്ഞം നടക്കുന്നതാണ്. ഭാഗവത സപ്താഹം നടക്കുന്നത് താഴോട്ട് ഇറങ്ങിച്ചെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. ഇന്നത്തെ നമ്മുടെ അവസ്ഥ ആധ്യാത്മികപരമായിട്ട് യാതൊരു അറിവും ഇന്നത്തെ സമൂഹത്തിന് കിട്ടാത്തൊരവസ്ഥയിലേക്കാണുള്ളത്. എല്ലാ വിദ്യാഭ്യാസമാണെങ്കിൽ നമുക്കുണ്ട്, ശാരീരികമായിട്ടാണ് ഹോസ്പിറ്റൽസുണ്ട്. നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് എവിടെയുമില്ല. വിദേശ രാജ്യങ്ങളിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. എന്തിനു പറയുന്നത്, അറബി രാഷ്ട്രങ്ങൾ പോലും ഉണ്ട്. അതേ സ്ഥാനത്ത് നമ്മുടെ ഈ ഭാരതത്തിൽ ഈ സംസ്കാരം ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആചാര്യന്മാർ മുന്നിട്ടിറങ്ങി ഇതൊന്ന് കൊണ്ടുപോകുന്നതിന് ശ്രമം നടത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിൽ ഈ സപ്താഹം സംഘടിപ്പിക്കുന്നത്. കാരണം ജനങ്ങളെ ഇന്നത്തെ അവസ്ഥ, ജനങ്ങളെ മാനസികമായിട്ട് ഇന്ന് ഇടപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ആത്മീയത വേണം. മാനസികമായിട്ട് ഒരു പരിവർത്തനം ഇന്ന് സമൂഹത്തിന് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടില്ല, മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ ഹിന്ദു സമൂഹം ഇന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഇതിനൊരു മാറ്റം വരുത്തണം. തോക്കല്ല, നാക്കാണ്, വാക്കാണ് ഉത്തമമായ ആയുധമെന്ന് സമൂഹത്തിലെ എത്തിക്കുക എന്നതാണ് സപ്താഹവേദിയിലൂടെ ആചാര്യന്മാർ പ്രകടിപ്പിക്കുന്നത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.